ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് തൂമ്പയിലാണ് ഉള്ളത്. ഇത് നമ്മുടെ കൂടെ ആരാ നിൽക്കുന്നത്? അനിത. ഹലോ അനിത, ഗുഡ് മോർണിംഗ്. രാഹുൽ. ഹലോ. അതെ, ഇതായത് നമ്മുടെ രാഹുലാണ്. രാഹുൽ എവിടെയാണ്? രാഹുൽ നാട്ടില് കോട്ടയത്ത്. ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയാം, ഞാനിന്ന് തൂമ്പയിലാണുള്ളത്. ബ്രിസ്ബനിൽ നിന്ന് രാവിലെ ഞാൻ തൂമ്പയിലോട്ട് വന്നു. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കർഷകശ്രീ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുകയാണ്. കർഷകശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ മലയാളികളുടെ എല്ലാ വീട്ടിലും പച്ചക്കറി കൃഷിയുണ്ട്. പക്ഷേ എല്ലാ വീട്ടിലും എല്ലാ വർഷവും ഇതുപോലെ പച്ചക്കറി നടത്തും. അപ്പോൾ ഏറ്റവും നല്ല കൃഷി ചെയ്യുന്ന മികച്ച കർഷകനുള്ള അവാർഡ് പുരസ്കാരം ഇവർ കൊടുക്കുന്ന പരിപാടിയാണ്. ചേച്ചി നമസ്കാരം. പേര് കാർമൽ. നാട്ടിലെവിടെ ചേച്ചി? നാട്ടിൽ കൊല്ലത്താ വീട്. ഓ ശരി. ഇവിടെ റിസർച്ച് അഗ്രികൾച്ചർ ഓഫീസറായിട്ട് നാട്ടിൽ ജോലി ചെയ്ത അല്ലേ? നാട്ടില് ഫോറസ്ട്രി ഫീൽഡ് ഓഫീസറായിട്ട് ജോലി ചെയ്തത്. ഓ ശരി. ഓക്കെ. അപ്പം ഇവിടെ പിന്നെ അഗ്രികൾച്ചർ റിസർച്ച് ഫീൽഡ്. നിങ്ങളിവിടെ തൂമ്പല വർഷങ്ങളായിട്ട് താമസിക്കുന്നു? അതെ, ഞാൻ 2009 വന്നു. ചേട്ടൻ ഹസ്ബൻഡൊക്കെ? ഹസ്ബൻഡ് ഇവിടെ തന്നെ. ഓ ശരി. ശരി. ചേച്ചി വേറൊരാളുടെ ഉണ്ടെന്ന് പറഞ്ഞ അമ്മലയുടെ ചേച്ചി. പേരെന്നാ ചേച്ചി? എന്റെ പേര് സുമ. സുമ. രാഹുലിന്റെ ഓക്കെ. നാട്ടിലൊക്കെ എന്നാ ചെയ്യുന്നത്? നാട്ടിൽ ഞാൻ ഗവൺമെന്റ് എംപ്ലോയി റിട്ടയർ ആകാം. ഓക്കെ. പപ്പ നമസ്കാരം. നമസ്കാരം. എന്നോട് പപ്പ വിശേഷം? നാട്ടില് ഞാൻ അമലയുടെ പപ്പയല്ലേ? നാട്ടിൽ എന്താ ജോലി? നാട്ടില് ഞാൻ ശരിക്കും എഞ്ചിനീയർ ആയിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇവിടെ വർഷം വരാറുണ്ടോ? വരാറുണ്ട്. അതെ അല്ലേ? പക്ഷെ ഇപ്പോഴ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. കുടുംബം കൂട്ടനായിട്ടില്ല. ഓ ശരി. നെൽകൃഷി ഉണ്ടെന്ന് എന്നോട് അനിത പറഞ്ഞായിരുന്നു. ശരി. ഓക്കെ. നിങ്ങൾക്ക് ഒത്തിരി ഏക്കറുണ്ടോ? ഒരു 10 ഏക്കറുണ്ട്. ഓ ശരി. ഓക്കെ. ഇത് ഞങ്ങളൊരു ചേട്ടൻ്റെ വീട്ടിൽ ഫ്രണ്ട് വന്നതാണ്. ഞാൻ ആ ചേട്ടനെ കാണിക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആ ചേട്ടനെ കാണിച്ചു തരാം. ചേട്ടാ ഹലോ. നമസ്കാരം. പേരെന്നാ ചേട്ടാ? പ്രമോദ്. ചേട്ടാ കാണത്തില്ല, കേൾക്കറേ. അപ്പോൾ ചേട്ടാ നാട്ടിലെവിടെ ചേട്ടാ? ഞാൻ കോട്ടയം. അത് ശരി. ഇവിടെ വന്നിട്ട് കുറേ നാളായോ? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. 10 വർഷമായി അല്ലേ? ഓ, നമ്മുടെ ഈ ചേട്ടൻ്റെ കൃഷിയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ പാവല് കൊള്ളലായിട്ട് നല്ല ഭംഗിയായിട്ട് കേട്ടോ, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ട് എല്ലാ വർഷവും ചെയ്യുന്നതാണോ? എല്ലാ വർഷവും. ഇവിടെ എത്ര നാളായിട്ട് താമസിക്കുന്ന? ഇവിടെ ഇപ്പോൾ 6 വർഷമായി. അതെ അല്ലേ? അനിത നമസ്കാരം. എന്നെ രാവിലെ തുടങ്ങിയ പരിപാടി അല്ലേ? രാവിലെ ഞങ്ങൾ ഒരു 8:30 സ്റ്റാർട്ട് ചെയ്തു. എന്ത് സോറി കേട്ടോ, ഞാൻ ഇച്ചിരി താമസിച്ചാ വന്നേ. എൽദോക്ക് എന്ത്? എൽദോ വീട്ടിലുണ്ട്. അത് ശരി. രാഹുൽ ഭായി നമസ്കാരം. താങ്ക് യു കേട്ടോ. പവറല്ലേ? നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അത് ഈ പ്രത്യേകിച്ച് ഈ ചീരയൊക്കെ നമ്മുടെ ഫ്ലവർ ഷോയ്ക്ക് വന്ന ഒരു ലുക്കാ. നല്ല രസമുണ്ട് കേട്ടോ. പൊളിയല്ലേ? അടിപൊളി. എന്ന് പറഞ്ഞാൽ എന്തേരെ കണ്ടാലും മതിയാകത്തില്ല അത്. ല്ലേ ചേട്ടാ? വെണ്ടയ്ക്ക കൊള്ള ഇതൊക്കെ ഇവിടുന്ന് ചേട്ടാ ബണ്ണിസിന്നാണോ? ഓ ശരി. മുളക് നമ്മളെ നല്ല എരിവത്തുള്ള മുളകാണോ? ഓ ശരി. ചേട്ടാ വെണ്ടയ്ക്ക കൊള്ള ഇതൊക്കെ ഇവിടുന്ന് ചേട്ടാ ബണ്ണിസിന്നാണോ? ഓ ശരി. മുളക് നമ്മളെ നല്ല എരിവത്തുള്ള മുളകാണോ? ഓ ശരി. ഞങ്ങൾ 10-13 വീടുണ്ട്. ഞാൻ 1-2 വീട് കഴിഞ്ഞാൽ വന്നേ. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് അടുത്ത വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഹലോ ചേട്ടാ നമസ്കാരം. പേരെന്നാ? പേര് അനില്. നാട്ടില് കോട്ടയം അതിരമ്പുഴ. അത് ശരി. ചീരയൊക്കെ അല്ലേ? തയ്യൊക്കെ എവിടുന്ന് കിട്ടിയത്? തയ്യൊക്കെ സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ? ഓ അത് ശരി. ഓക്കെ. വെണ്ടയൊക്കെ ഉണ്ടല്ലോ, നല്ല വെണ്ടയ്ക്കാണല്ലോ. ഓക്കെ. ആണല്ലേ? വെയിൽ കൂടുതലുണ്ടായിരുന്നു. ഓ അത് ശരി. കപ്പളമൊക്കെ ഉണ്ടല്ലോ. ഇത് തന്നെ ഏട്ടാ കീരയല്ലേ ഏട്ടാ? അത് കുക്കുമ്പർ അല്ലേ? ഓക്കെ.
പേരയുണ്ട് അപ്പുറത്ത്. ആ ഇത് ഇവരുടെ നിലത്ത് ഇത് പെട്ടി നമ്മുടെ ബണ്ണിസിൽ നിന്ന് മേടിച്ച് വെച്ചായിരിക്കും അല്ലേ? അത് ആൽഡീന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. തൈ മുല്ലയുടെ തൈയൊക്കെ കൂടെ കിട്ടാനുള്ളതാ. പിന്നെ നമ്മുടെ നാട്ടിലെ തൈകളാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ അധികം ചെയ്തിട്ടില്ല, പക്ഷേ ഇഷ്ടംപോലെ സ്ഥലമുള്ള ഒരു നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബാക്കിൽ ഏരിയ ഉള്ളതാണ്. ഇവരധികം നല്ലൊരു മേക്കീസ് ചെയ്തിട്ടില്ല. നമുക്ക് എന്നാലും ഒന്ന് കാണാം. ഓക്കെ, നൈസ് ടു സീ യു കേട്ടോ. താങ്ക് യു, ബൈ. അടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ പോകാം കേട്ടോ. പോയേക്കാം വന്നല്ലേ ചേട്ടാ, നമുക്കൊന്ന് വിട്ടേക്കാം കേട്ടോ. അടുത്ത വീട്ടിലേക്ക് പോയേക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്നാ പേരെങ്ങ ചേട്ടാ? അരുൺ. അരുൺ. നാട്ടില് വയനാട്. വയനാട്. ഈ തൈകളൊക്കെ എവിടെ നിന്ന് കിട്ടി? ബണ്ണിങ്സ്, നമ്മുടെ മലയാളി ഫ്രണ്ട്സുകൾ. നല്ല എരിവുള്ള മുളകൊക്കെ ആണോ? ഓ ശരി. ഇത് ഇന്ത്യൻ പോയാണ്. ഇന്ത്യ ഉറക്കം പറഞ്ഞു. അടുത്ത് തന്നു കൊടുത്തു. മത്തങ്ങ, കറിവേപ്പൊക്കെ ഉണ്ടല്ലോ. 3 വെറൈറ്റി കറിവേപ്പുണ്ട്. ഓ ശരി. ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നോ? ഇന്നലെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കറങ്ങാൻ പോയതല്ലേ? ഈ ചീരയൊന്നും വെട്ടിയില്ലോ? പക്ഷേ ജോലിന്റെ ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് ആണ് ഈ പരിപാടി. അല്ല എന്നാലും വീട്ടിൽ കറക്കി ഉപയോഗിക്കാമല്ലോ. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത്രേ ഉള്ളൂ. ഉപയോഗിക്കുന്നൊന്നുമില്ല. കുറവാണ്. അതെ അല്ലേ? മഞ്ഞളുണ്ട്. പക്ഷേ ഈ വാസം പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാനുള്ള ഇടയുണ്ട് കേട്ടോ. സ്പേസ് ഉണ്ട് ഇല്ലേ? സ്പേസ് ഉണ്ട്. കപ്പ ഇത് എത്ര മാസമായതാ? ഇത് ഇപ്പോൾ 6 മാസം ആയതാണ്. പറിക്കാറായതാണോ? പറിക്കാറായതാണ്. ഇവിടെ ഒരു പാവലുണ്ട്, പ്ലാവുണ്ട്. ഈ കപ്പയെല്ലാം ഉള്ളിൽ പൊങ്ങിപ്പോയി കേട്ടോ. ചില മാസം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണ്ണുണ്ട്. ഇതെന്താ വണ്ണ? എന്താ പിന്നെ ലേഡീസ് ഫിംഗറാണോ? ഞാൻ ഏത്തവാഴ ഒന്ന് നോക്കാഞ്ഞേ. മാസം പറഞ്ഞോണ്ടല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ബനാന ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഏത്തവാഴയാന്ന് തോന്നുന്നു. കാരണം ഇല പൊട്ടിക്കറി കിടക്കുന്നുണ്ടോ? വലിയ കല്ലിച്ച. അത് ശരിയാ. എന്നാലും നല്ല കല്ലിച്ച നിൽക്കുന്നെങ്കിൽ ഏത്തക്ക മരം നല്ല സ്ട്രോങ്. അപ്പം എന്നിട്ട് ബനാന ട്രീയേ. പക്ഷെ കായ്ച്ചരെ നീ അതല്ല ഇനി ബേരി തകർക്കും ഒരു സാധനം. നമുക്ക് അതിന് മുമ്പ് പറിച്ച് മാറ്റണത്. മൾബറി ഉണ്ടല്ലോ, മുരിങ്ങയുണ്ട്. ഇതൊരു ഓറഞ്ച് അല്ലേ? ഇവിടെ ഒരു അതൊരു വെള്ളരി കിടപ്പുണ്ടല്ലോ. പറഞ്ഞല്ലോ. ഓ ശരി. പയറുണ്ട്. ഇവിടെ പുതിനയുണ്ട്. അവിടെ നിങ്ങൾ പുതിന എടുത്ത് പറിച്ചെടുത്തായിരുന്നു. ഒരു പയർ കിടപ്പുണ്ട്, പുതിനയുണ്ട്. അരണേ പോലെ വിട്ടാക്കാ വന്ന അനിത റെഡിയല്ലേ? കയറിക്കോളൂ. നമ്മുടെ ബെന്നിച്ചാന്റെ വീടാണ് കേട്ടോ. തൂമ്പയിലെ ബെന്നിച്ചാന്റെ വീട്. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ അടിപൊളി തങ്കപ്പനല്ല പൊന്നപ്പന. വാ അടിപൊളി. ഇതാണ് കപ്പ. അതായത് മൂത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പുറം വേറെ കപ്പ. ഇതിന് മൂളിൽ ഇച്ചിരി കൂമ്പല് കുറവാണല്ലോ. അടി കാണത്തില്ല നല്ലപോലെ. നിരന്ന് കിടക്കുക കേട്ടോ. അതേ കൂമ്പലുണ്ടല്ലേ? മഞ്ഞള് പലതരം മുള ഉണ്ടായിരുന്നല്ലോ. കേരള പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് നാട്ടിലെ പത്തനമുളക് ഒറിജിനല്. ഓക്കെ. പിന്നെ കുഞ്ഞു ടൈപ്പ് ഇത് കാന്താരിയുടെ ഇച്ചിരി നീളമുള്ള കാന്താരിയുടെ കുഞ്ഞമ്മയുടെ ഇത് ഇച്ചിരി നീളം ഇച്ചിരി കൂടിയത്. അത് ഞാൻ കണ്ടായിരുന്നു. അതുണ്ട്. ഇത് വേറെ ടൈപ്പ്. പിന്നെ അങ്ങനെ മൂലക്കത്തെ ഉണ്ടായിരുന്നു വേറെ ടൈപ്പ്. കുള്ളൻ പത്തനമുളക്. ഇതുണ്ടോ ഈ മുളക് കുറുവ ഇനത്തിൽപ്പെട്ട ഒരു സാധനം. പിന്നെ ഇത് എരിയില്ലാത്ത ടൈപ്പ് മുളകാണ്. എരിയില്ലാത്ത ടൈപ്പാണ്. ഇതെല്ലാം ബാക്കിയുള്ള എരിയാ. ഇത് ചെറിയ വേറെ ടൈപ്പ് കാന്താരി ടൈപ്പാണ്. അല്ല ഇത് എരിയില്ലാത്തതായിരുന്നു. പിന്നെ ഇത് വേറെ ടൈപ്പ്. ഇത് അതുപോലെ തന്നെയാന്ന് തോന്നുന്നു. അതിന്റെ തന്നെയാന്ന് തോന്നുന്നു വെറൈറ്റി. പിന്നെ ഉള്ളത് ഇത് വേറെ ടൈപ്പ് മുളക്. ഞങ്ങൾ ആദ്യം എടുത്തു. അപ്പൊ ഇത് നടല്ലോ. ഇത് ഉണ്ടങ്ങളെ പോലത്തെ വേറെ ടൈപ്പ്. ഓക്കെ. അപ്പം ബെന്നിച്ചേട്ടനോടൊക്കെ അവിടെ പറഞ്ഞ അവരുടെ നല്ല താങ്ക് യു വെരി മച്ച്. പൂക്കളൊക്കെ കിടുക്കാച്ചായിരുന്നു കേട്ടോ.
തൂമ്പല അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോകണം കേട്ടോ. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ വീടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നാണ്. അയ്യോ ചെടിയെല്ലാം വെട്ടിയോ? ഇന്നലെ എല്ലാം അടിപൊളി നല്ല ബട്ടർഫ്ലൈസ് സംഭവം സെറ്റപ്പ് ആയിരുന്നു. ഇതിന്റെ മഴ പെയ്തോ? ഇവിടെ ഒരു പുൽത്തൈരല്ലേ നമ്മുടെ പുല്ല് ഇതില്ല മാറ്റുന്നേ, ആ സാധനം ഇവിടെ ഉണ്ട്. ചെറിയ തക്കാളി ഉണ്ട്. ഇതെന്താണോ ഇത്? ഉറപ്പാ എന്നല്ല പറിച്ച പിന്നെ മറ്റേ വാറ്റ. അതെ അത് ഉണക്ക്. അത് കണ്ടപ്പോഴും മനസ്സിലായ സാധനം. ഇത് പേരക്ക ഇത് ബ്ലൂബെറിയാണത്. ഒമ്പടാ. എന്നിട്ട് ഇത് ഇന്നലെ ആരും പറഞ്ഞില്ലല്ലോ ഇത് ബ്ലൂബെറിയാണത്. എവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന മൂടയാലോ? ഇതോ എന്റെ മൂട് ഇതാ അല്ലേ? ഇത് ഓക്കെ. ഇതിന്റെ വള്ളി ഇങ്ങനെ ഒന്ന് ഇപ്പിക്കോ. എന്റെ പൊന്നെ മുടിഞ്ഞ കണ്ണു വെച്ചോട്ടോ. ഇത് മൊത്തം ചേച്ചി കേട്ടു. ചെറുതിനെയൊക്കെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമില്ല, അതിനൊന്നും ഒരു കാര്യമില്ല. ഇത് നമ്മുടെ കോവല്. ഇതൊക്കെ വീടിന്റെ മുറ്റത്ത് എന്ത് പാടാ വീടാന്ന് നോക്കണേ. ചേച്ചി ഇവരോട് പറഞ്ഞില്ലായിരുന്നേ? ആണോ? അടുത്ത വീട്ടിലൊന്ന് മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായി പോലെ. ഇത് ഇന്നലെ കണ്ടില്ല. ഇത് കൊണ്ടോടാ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന വാഴക്കൂട്ടം. കിട്ടിയായിരുന്നു. മത്തങ്ങ കണ്ടില്ല. ഇത് പയറ് കിട്ടി. ഇത് ചേട്ടാ ഇത് ഇന്നലെ എടുക്കാൻ. അയ്യോ നിങ്ങളെ ഇത് അതെ നിങ്ങൾ ഇന്നലെ ഇതൊന്നും കണ്ടില്ല കേട്ടോ. ഇതൊരു അവരൊന്നും കണ്ടില്ല. അവര് ഒന്നല്ല അവിടെ ഇത് കണ്ടായിരുന്നു. അയ്യടാ ഇതൊരു സൂപ്പർ മത്തങ്ങ എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അതല്ലേ? ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ അടുത്ത വീട്ടിലേക്ക് വന്നിരിക്കുകയാണേ. ഇത് ചിൻറ്റും ജെനി എന്ന് പറഞ്ഞ അവരുടെ വീടാണ് കേട്ടോ. ചേച്ചി എവിടെ? ബേസിലാണോ? വർഷങ്ങളായോ വെച്ചിട്ട്? ഇല്ല, 3-4 വർഷമായുള്ളൂ. ഒരു വഴുതന ഉണ്ടല്ലോ. 3-4 വർഷം. നിങ്ങൾ വീട് മേടിച്ചിട്ട് എത്ര വർഷമായി? 5 വർഷം. അല്ല 2019 മേടിച്ച. നല്ലൊരു മുല്ലയൊക്കെ ഉണ്ടല്ലോ. മണ്ണിൽ മേടിച്ച് വെച്ചാണോ? അല്ല, ഇത് നമുക്കൊരു ഫിലിപ്പീനി ചേച്ചി തന്ന കട്ടമുല്ലയാ. കട്ടമുല്ല. സോറി. ഇത് നല്ലൊരു വഴുതനങ്ങ നിൽക്കുന്നുണ്ടല്ലോ പാക്കറ്റിനകത്ത്. ഇത് നിങ്ങൾ തന്നെ കെട്ടിയെടുത്താണോ ഇത്? അതെ. അല്ലല്ല, ഇത് നമ്മള് വീട് മേടിച്ചപ്പോ ഇതൊക്കെ നമ്മള് കെട്ടിയെടുത്താ. എന്നിട്ട് ഇതെന്നാ ചേച്ചി ഇത് പാക്കറ്റില്? ഇത് സ്പിനാച്ചാ. പൂവായി പോയി. നമ്മൾ ഒത്തിരി കറി വെച്ചു ഇതിനകത്ത് നില എടുത്ത്. ഇതൊക്കെ സ്പിനാച്ചാ. ശരി. നാരകം. എന്റെ കണ്ണിപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാൽ ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്നേ. ബായോ എന്നാ പറ്റി? നാട്ടിലെവിടെ ചേട്ടാ? കോട്ടയത്ത് എവിടെ? കുടമാളൂർ. ഓക്കെ. ഇവിടെ ഒരു 1-2 കുടമാളൂരുകാരെ പരിചയപ്പെട്ടായിരുന്നല്ലോ. നമ്മുടെ മരിച്ചുപോയ കുമാർ ഡോക്ടറിന്റെ ഒക്കെ സ്ഥലമല്ലേ ഇത്? നമ്മുടെ നാട്ടിലെ പത്തലമുളക്. അത് തന്നെ. പച്ചമുളക്. ഇത് നല്ല ബജ്ജി മുളകാണല്ലോ. ഇത് ബജ്ജിയല്ല, എനിക്കൊരു ഓസിക്കാർ ഒരു വിത്ത് തന്നു. എരിവില്ലാത്ത മുളകാ ഇത്. ചാരപ്പൂവിന് ഇതന്നെ അത് ചാരല്ല. നമ്മുടെ ലേഡി ഫിംഗർ അല്ലേ? അല്ല പിന്നെ ഇത് ചൈനക്കാരുടെ എന്തോ. ഇത് അയലോക്കത്ത് പോയല്ലോ ചെയ്ത്. അവര് മേടിക്കുമെന്ന് അറിയാം. എടുത്ത എന്നാ സ്ലാങ്ക് എന്ന് പറഞ്ഞാൽ തങ്ങൾ ചേരക്കയെന്ന് ഞങ്ങൾ കണ്ട നല്ല തുമ്പിക്കൈ പോലെ നല്ല അടിപൊളി സാധനം കൊള്ളാം. ഞാൻ ഇന്നലെ തോരൻ വെച്ച് ചേച്ചി തോരൻ വെച്ച് അടിപൊളി. അവളെ ഓർത്ത് ഇത് പടവലങ്ങാന്ന് ഓർത്തു. ബീൻസ് കൊള്ളാം. ബീൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നാട്ടിൽ നിന്ന് ബീൻസ് ആണോ? അല്ല, ഇത് ബണ്ണിൻസിന് വിത്ത് മേടിച്ച് പാകി. ശരി. പാവലുണ്ട് ഒരു വടിക്ക് 3 വെട്ടി 4 പാവൽ 2 തരമുണ്ട്. ഇത് ഈ പാവലും കൊള്ളാം. അടിപൊളി കേട്ടോ. എല്ലാം ഉണങ്ങി പറഞ്ഞു. അതിപ്പോ സീസൺ കഴിഞ്ഞില്ലേ? കഴിഞ്ഞെന്ന് പറയാൻ പറ്റൂല്ലോ. അതായത് താഴത്തെ എല്ലാം ഉണങ്ങുന്നതാണ്. ഇനി മേളിലോട്ട് അങ്ങ് ഉണ്ടാവും. ചേച്ചിയുടെ നാട് എവിടെയാ ചേച്ചി? എന്റെ വീട് പാലക്കാട്. പാലക്കാട്. അവിടെ വീട്ടിലൊക്കെ കൃഷിയുണ്ടോ? നമുക്ക് കൃഷിയുണ്ട്. ആയിക്കോട്ടെ. ബൈ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ജിപിച്ചാന്റെ വീട്ടിലാണുള്ളത് കേട്ടോ. തൂമ്പയില് നമ്മുടെ ഹ്യൂം സ്ട്രീറ്റിലാണ് ഇരിക്കുന്നത്. അലോവേറ നിങ്ങൾ കെട്ടി വെക്കുന്ന പരിപാടിയൊന്നുമില്ലേ? കെട്ടി വെക്കുന്ന പരിപാടിയൊന്നുമില്ലേ? ഇവൻ ഇതിന്റെ വിത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഉണ്ടോ? എനിക്ക് വേണ്ടെന്ന് വിത്ത് തന്നിടണേ. അത് ചേച്ചിയോട് പറഞ്ഞത്. ചേച്ചി ഉണ്ടോ അവിടെ? ഇല്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്തത് അല്ലേ? ഇതിന്റെ ഇടയിൽ ഓറഞ്ചൊക്കെ ഉണ്ട്. ചേച്ചിക്ക് തുറന്നു ചേട്ടാ പഴുത്തത്. പൊടിച്ചേക്കട്ടെ.
ഇത് ലെമണ അത് കൊടുത്തു. അയ്യോ ഞങ്ങക്ക് വിത്ത് ചേട്ടൻ തന്നിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണം. ഇതുണ്ടോ ഇതോടെ ഒരു 1.5 അടിയുള്ള ഒരു പാവയ്ക്ക അല്ലേ? 1.5 അടിയില്ലേ? ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? നാട്ടിൽ നിന്ന് പടവലങ്ങ ഒരു 2-3 ടൈപ്പ് ഉണ്ട്. നാട്ടിൽ പടവ പാവയ്ക്കാണ് കിടപ്പുണ്ട്. ഇത് ഇതല്ല ഇത് നമ്മുടെ നാട്ടിലെ മുള്ളുള്ള ടൈപ്പാണ്. പിന്നെ കയ്പ് കൂടുതലായിരിക്കും. അതിനും കയ്പുണ്ട്. പിന്നെ അതിന് കയ്പ് കുറവല്ലോ. അതിനും കയ്പുണ്ട്. ആ പച്ചയ്ക്ക് ഇത് വലിയ കയ്പാണ്. വെള്ളം 3 വെറൈറ്റി ഉണ്ട്. 3 വെറൈറ്റി പാവലും ഉണ്ട്, 2 വെറൈറ്റി പടവലും ഉണ്ട്, മറ്റു നീളമുള്ളതും ഉണ്ട്. അത് കായ്ച്ചില്ല ഇതുവരെ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പടവലമാണ്. പടവലവും പാവലും വാഴയും അല്ലേ? അല്ലേ ചേട്ടാ? ആ വാഴ 3-4 ടൈപ്പ് വാഴയുണ്ട്, വാഴയുണ്ട്, പാവലുണ്ട്. ഇത് വാഴക്കൂട്ട് ചൂട്ടിൽ ഇട്ടിരിക്കുകയാണ്. നല്ല കറിവേപ്പ്, നല്ല മരം. ഇത് വെട്ടിവിടുന്ന പരിപാടി ഇല്ല ചേട്ടാ? മേളിൽ അത്യാവശ്യക്കാരൊക്കെ പൊടിച്ചു കൊടുക്കും. അല്ല വെട്ടി ട്രിം ചെയ്യുന്ന പരിപാടി ഇല്ലേ? വലിയ കാര്യമായിട്ട് കളയാറില്ല. ട്രിം ചെയ്യാൻ പറ്റുന്നു. പ്ലാവോട് വെച്ചിട്ടല്ലേ? പ്ലാവോട് വെച്ചാണ് ഫ്രണ്ടിലുള്ളൂ അല്ലേ? ഒന്നോട് വെച്ചാൽ അടിപൊളി. അത് ഇത് ചെങ്കാളി ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലേ? പറിച്ചു മാറ്റുന്നതായിരിക്കും അല്ലേ? ഞാനിത് ഈ വർഷം 1 വർഷം വെച്ചിട്ട്. പുതിയ പരിപാടിയാ. ഈ തട്ടക്കടിച്ച് നമ്മൾ തന്നെയല്ലേ? ചേട്ടാ നാട്ടിൽ എവിടെയാന്ന് പറഞ്ഞേ? കുറുപ്പന്തല. ചേച്ചിയുടെ വീട് അടുത്ത് തന്നെ. നാട്ടിലെ കൃഷിയില്ല ചേട്ടാ? നാട്ടില് റബ്ബറാ. നമ്മൾ മോശം വരില്ല. ഇത് ചാരപ്പൂനല്ലേ? ഇവിടെ ഉണ്ടല്ലോ പാവല്. മിന്റ് ഉണ്ട്. ഇതന്നെ സാധനം? അത് മിന്റ് തന്നെ ആണോ? പൂക്കളുള്ള മിന്റ്. അതിന്റെ ഇടയ്ക്ക് പനിക്കൂർക്കുണ്ട്, പാവലുണ്ട്. ഇവിടെ പാമ്പിന് ചെല്ലുന്നില്ലല്ലോ അല്ലേ? പാമ്പൊന്നുമില്ല, എലിയുണ്ട് ആണല്ലേ? ഈ ഓക്കെ അപ്പം ഈ വീടിനോട് നമുക്ക് ഇവിടെ പറയാം അല്ലേ? ഓക്കെ അപ്പം ബൈ ബൈ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ബൈ പറഞ്ഞാൽ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ തലനാടുള്ള രാഹുൽ എന്നൊക്കെ പറഞ്ഞ ആളുടെ വീട്ടിലാണ് കേട്ടോ. എന്തേ രാഹുൽ? എന്തേ മോർണിംഗ് ആയിരുന്നോ? മോർണിംഗ് പോയേക്കാ. അമ്മ എന്തേ? സിൽവർ ബീച്ച് ആണല്ലോ അമ്മയല്ലേ കൃഷിയെല്ലാം ചെയ്തേക്കുന്നത് അല്ലേ? ആ അമ്മ നല്ല പണിയൊക്കെ ചെയ്ത് നല്ല അല്ലേ? ആണോ? ഇന്നലെ ഒത്തിരി പറിച്ചു. മിനിഞ്ഞാന്നും കുറേ പറിച്ചു. നിങ്ങൾ പോയി കഴിഞ്ഞ ഉടനെ പറിച്ചു ഒത്തിരി. എന്തേ മമ്മി? ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, അത് കണ്ടു. ഇത് 2 പിന്നെ അപ്പുറം ഞങ്ങൾ ഓരോ കല്ല് പൊക്കി ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. കല്ലിരിക്കുന്നു. ആ ഇങ്ങനെയൊക്കെ അത് കേടായി പോയി കേട്ടോ. അന്നേ അറിവുണ്ടായിരിക്കും. ചൂടായി കാണും കേട്ടോ. ഇനിയും മാറ്റി വിട്ടാലോ? നേരത്തോടും കിട്ടാലോ? ഇനി ഇട്ടിട്ട് കാര്യമില്ല. എന്നാ കല്ല് ഇനി വെക്കാതിരിക്കാൻ കല്ല് ചൂട് കണ്ട പഴുക്കൂലോ. നേരത്തോട് ചിലപ്പോ കയറി സൈഡിലും കൂടി ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു ചെറുത് കണ്ടായിരുന്നു. എന്തോന്ന് അറിയത്തില്ല. കത്തിരിക്ക അതും കുറെ പറിച്ച, അത് ഫ്രീസർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഇത് മുട്ടണ ഇത് ഇവിടുന്ന് കടയിൽ നിന്ന് മേടിച്ച ഇതല്ലേ? ഇത് കുക്കുംബർ കേട്ടോ. അത് കുക്കുംബർ നേരത്തെ കിടപ്പുണ്ട്. അതെ അതെ. മത്തം കിടപ്പുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് ഇന്നലെ പറിച്ച് മുഴുവൻ വരിഞ്ഞ് ഫ്രീസർ വെച്ച്. അല്ല അതിന്റെ വീഡിയോ ഞങ്ങളുടെ കിടപ്പുണ്ട്. ഇന്നലെ അവിടെ മുട്ട നിൽക്കുന്ന ഞങ്ങളിലുണ്ട്. അത് ഞങ്ങൾ ആഡ് ചെയ്തോളാം. അത് പിന്നെ പാവല ഇത് കണ്ട പാവയ്ക്കായി ഇന്നലെ കുറച്ച് പറിച്ച് കറി വെച്ചു. അപ്പൊ ഇത് വരുന്ന കാരണം വെച്ചിരുന്നല്ലേ? ഒന്ന് പോവാൻ കഴിഞ്ഞിട്ട് പറിക്കാന്ന് വെച്ചോണ്ടിരുന്നല്ലേ? അത് ശരി. ഇവിടെ മത്തങ്ങ കിടപ്പുണ്ടോ? അവിടെ മത്തങ്ങ ഉണ്ടായിരുന്നു, പോയി കേട്ടോ. കുഞ്ഞായിട്ട് കിടപ്പുണ്ട്, ഉണ്ടായി വരുന്നു. ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു, പ്രത്യേകിച്ച് നാട്ടുകാരെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക്. നാട്ടുകാരോട് ഒരു ഭയങ്കര ഇത് വരികയല്ലേ. എന്നാലും മമ്മി അവിടുന്ന് വന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് അല്ല അവിടുന്ന് പോകുന്നൊക്കെ ഞാന് പിന്നെ എന്റെ ആങ്ങളയോട് പറഞ്ഞപ്പം പിന്നെ പപ്പായ 3 ചേട്ടാനിയന്മാരല്ലേ? അതെ അതെ അതെ. 6 ആമക്കളാ. ഇതെല്ലാം പറഞ്ഞു. ആങ്ങളുടെ പേരെന്നാ? രാജേഷ്. രാജേഷ് എന്നാണോ? രാജേഷ് ചെമ്പംകുളം. പുള്ളിയോടെ ഉണ്ട്. ഇന്ത്യൻ കോപ്പീസിലാ ജോലി. എവിടെ? ഇപ്പം പാലായില. എന്നാലും അറിയാം രാജേഷ് ചെമ്പംകുളം അല്ലേ? ഓ അപ്പൊ അവിടെ ജോലിയാണെന്നുള്ളതേ ഉള്ളൂ. ഇതന്നെ മമ്മി നാരങ്ങ അല്ലേ മമ്മി? ഓക്കെ ഓക്കെ ഓക്കെ. ഇഷ്ടം പോലെ ചെറുനാരങ്ങ ഉണ്ടല്ലോ. അപ്പൊ മമ്മി കാണാം കേട്ടോ. അപ്പൊ നാട്ടിൽ വരുമ്പോൾ കാണാം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിത് അടുത്ത വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഒരു പുതിയ വീട്ടിലേക്ക്. ഞങ്ങൾ ബിബിൻ്റെ ഒക്കെ വീടാണ്. പപ്പ ഇതിവിടെ ഒത്തിരി. പപ്പ പേരെന്നാ പപ്പ? എൻ്റെ പേര് ജോണിക്കുട്ടി. പാവയ്ക്കൊക്കെ ഇഷ്ടം പോലെ പാവയ്ക്ക ഇങ്ങനെ നിറഞ്ഞാടി. ഇത് പറിച്ച് നിരത്ത് കിടക്കണ്ട ഇപ്പൊ അല്ലേ? വെട്ടി കണ്ടിട്ട്
പറിച്ചതിട്ടു. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ബീറ്റ്റൂട്ട് കണ്ടില്ല. ഇന്നലെ കണ്ടില്ല അല്ലേ, തിരക്ക് കൂടിപ്പോയി. ഇത് വിത്ത് പറിച്ചതായിരിക്കും അല്ലേ? ഇത് അടിയിലൊന്നും ഇല്ലല്ലോ. ഈ നേരത്തെ പറിക്കുവായിരുന്നു നമുക്ക് ഇത് കിട്ടും. ഇല നമുക്ക് ഇലയും കൂടെ തോരൻ വെക്കാം. ഇത് പറിക്കണോ? വേണ്ടല്ലോ, ഇത് പറിക്കണോ? അതുകൂടെ പറിച്ചു തോരൻ വെക്കാം അല്ലേ? ഇത് തൈ ഇത് വിത്ത് വെച്ചല്ലേ? ഇത് അരിയിട്ട് കിളിപ്പിച്ച് താമസിച്ചു. അരിയിട്ട് കിളിപ്പിച്ച് നമ്മൾ പറിച്ചു വെച്ച അത് തടം എടുത്ത് മണ്ണ് ഇട്ട് റെഡിയാക്കി എടുത്താ അല്ലേ? അത് വെള്ളം ഒഴിച്ചപ്പോൾ ചുവട്ടിലെ മണ്ണിലാണ്. ഇത് അത് ഈ നിൽക്കൊണ്ടോ 3-4 നേരത്തെ കണ്ടായിരുന്നോ? ഇവിടെ 3-4 ഇതുണ്ടോ? ഇതിനൊക്കെ മത്തയുണ്ട്, എല്ലാം മുഴുത്തതാ, ഇഷ്ടം പോലെ. നല്ല വലുപ്പം. മമ്മി ഇതിനൊക്കെ വളവും കാര്യങ്ങളൊക്കെ എന്നാ ചെയ്യുന്നത് മമ്മി? ഫസ്റ്റ് കിട്ടിയ വർഷം ഈ മരം കംപ്ലീറ്റ് തക്കാളിയായിരുന്നു. ഫുള്ള് തക്കാളിയാണ്. തക്കാളിയായിരുന്നു. എന്നിട്ട് അതേത് വർഷം തക്കാളി കിട്ടി? അത് 22-ല്. 22-ല്. ആ പപ്പ എത്ര വർഷം പ്രൈസ് മേടിച്ച ആളാ? ഞാൻ ഒരു ജൂറി അവാർഡ് കിട്ടി, പിന്നെ ഒരു ഫസ്റ്റ് കിട്ടി, ഇപ്പോഴത്തേത് 3ാമത്തേത്. ഓ, ഇത് പടവലം ഉണ്ട്, സംഭവം ഉണ്ട്, എല്ലാം അടിപൊളിയാ കേട്ടോ. ഈ പടവലം തന്നെ പല ഇനമുണ്ട്. ഇത് ഉണ്ടപ്പടവലം അല്ലേ? ഉണ്ട്. ഇത്ര ആന്റിയോട് പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ ഒന്ന് പറഞ്ഞേക്കോ നമുക്ക് വിത്തിനുള്ള കാര്യത്തിന്. പറഞ്ഞു. പപ്പ ഇങ്ങോട്ട് പോവാ. പപ്പ നമുക്ക് ഇതോടെ ഒന്ന് കാണിച്ചിട്ട് പോവാം. അല്ല എടുത്ത് പോക്കോ, ഞാൻ ഇതൊരു ചെക്കോടെ ചെയ്തിട്ട് വന്നേക്കാം. ഇവിടെ നല്ല കറിവേപ്പുണ്ട്. കറിവേപ്പുണ്ടല്ലോ അപ്പൊ? കറിവേപ്പ്, രണ്ടാമത്തെ കറിവേപ്പ്. ഈ മിറ്റിലിടയ്ക്ക് എവിടെ ഇതിന്ന് പറഞ്ഞേക്കുന്ന ഇതല്ലേ? ഇവിടുന്ന് ഈ 2 ചൂട് അവിടെ എവിടെ 2 ചൂട്. ഇത് വേറൊരു വെറൈറ്റി ഉണ്ട് ഇന്നലെ പറഞ്ഞു. ഞാൻ വന്നപ്പോ ഇത് ഈ നമുക്ക് തന്ന ശ്രീലങ്കൻ മുഴുവൻ മിറ്റിലിട്ടിട്ട് കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. ആ മിറ്റിൽ മുഴുവൻ കോരി കളഞ്ഞിട്ട് അടിച്ചു. നല്ല വളമുള്ള മണ്ണ് കംപ്ലീറ്റ് ബെറ്റല്ല. മണ്ണ് എവിടെ നിന്ന് എടുത്തു നിങ്ങൾ മേടിച്ചു? മണ്ണ് പോളത്തെ വണ്ടിയെ കൊണ്ടുതന്നു. ഓ, മനസ്സിലായി. ഒരു 10-15 ആൾക്ക് മണ്ണ് കൊണ്ട്. പോളത്തിന് കൃഷിയൊന്നുമില്ലേ? പോളത്തിനുണ്ടല്ലേ? 2 മത്തങ്ങ. പോളത്തിനോട് താമസിക്കുന്നവരുടെ അടുത്തല്ലേ? കൊത്തപ്പറേ ഈ മിഡിലിച്ച് തന്നെ അല്ലേ? വാപ്പാ, കറിവേപ്പൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി കറിവേപ്പ. ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അതുപോലെ എല്ലാം വെച്ചിരിക്കുക. പക്ഷെ എന്നിട്ട് ആ കോൺക്രീറ്റിനിടയ്ക്ക്, കോൺക്രീറ്റ് ജംഗിൾസിനകത്ത് ചെറിയ ഒരടി പാതയിൽ എല്ലാം വെച്ചിരിക്കുക. വളരാനാണെങ്കിൽ ചട്ടിക്കകത്താണെങ്കിലും മതി. ഇപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് പപ്പ തന്നെ ഇതെല്ലാം കെട്ടിവിട്ടിരിക്കുക അല്ലേ? അപ്പോൾ ഓക്കെ, അല്ലെങ്കിൽ ബിബിനെ ആൾ നമുക്ക് ഇനി വന്ന് സംഘടിപ്പിക്കാന്നുള്ളൂ. ബിബിൻ എന്നാ വരുന്നേ? അവനൊന്നാണ്. അപ്പോൾ പോകട്ടെ മമ്മി, ഒരു ബൈ ബൈ വന്നത്. ടാറ്റാ ബൈ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ടോമിച്ചേൻ്റെ ജിബിച്ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇത് എന്നാ ഇവിടെ മെയിനായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ? അല്ല, എല്ലാ കൂട്ടവും ശൈലിച്ചൊക്കെ ഉണ്ട്. വഴുതനയുണ്ട്, വെണ്ടയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്. ഈ ചേനയൊക്കെ എവിടെ നിന്ന് ചേട്ടാ? ചേന നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് തന്നതാ നാട്ടിൽ നിന്ന്. ഓ ശരി. ചേനയുണ്ട്, പയറുണ്ട്, ക്യാപ്സിക്കം ഇവിടെ കിടപ്പുണ്ട്, ഇഞ്ചിയുണ്ട്. ഇച്ചിരി വാടി നിന്നല്ലോ. വെയില് ഭയങ്കര ചൂടല്ലേ? ഇന്ന് ഇച്ചിരി സാധനം ഉണ്ട്. രാവിലെ വഴുതന. എല്ലാ ദിവസവും അതെ അതെ അതെ, അത് നമ്മുടെ നാട്ടിലെ ചേമ്പല്ലേ, കറിച്ചേമ്പല്ലേ ഇത്? അതെ അതെ, ഇതൊക്കെ തീരാൻ പോവാതെ. മനസ്സിലായി. കാലാവസ്ഥ ഒരു ഗുണമില്ല. ഓ ശരി. ടോമിച്ചേട്ടാ നമുക്കെന്നാലേ വാ. ടോമിച്ചേട്ടാ, ഇതൊക്കെ എങ്ങനെ ടോമിച്ചേട്ടാ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ? ഇതെന്നാ മുളകാ ഇത്? ഇത് ചുമ്മാ വെറും പച്ചമുളക്, ഒരു നാടൻ പച്ചമുളക് അല്ലേ? ഇത് ഒരു സൈസ് കാന്താരിയാണ്. ഇത് കാശ്മീരി. ഇത് നല്ല മധുരമുള്ള. ആണോ? വലുതാണോ? ഇല്ലല്ല, ഒത്തിരി വലുതാവില്ല. ഇത് ടോമിച്ചേട്ടൻ തന്നെ കെട്ടിയതാണോ ഇതൊക്കെ? ഇത് എവിടുന്ന് കൊണ്ട് നീക്കുന്നത്? ഇത്
സ്ഥലത്ത് ഞാൻ മേടിച്ചതാണ്. മേടിച്ചാൽ 450 കിലോ ഉണ്ട്. ഇതെങ്ങനെ കൊണ്ടുവന്നു ഇവിടെ? ഇത് അവരിവിടെ ഇറക്കി തന്നു. ആ ചേട്ടൻ കെട്ടി പിടിച്ച് കെട്ടി. ഓ ഭയങ്കര വീതി സ്പേസ് കുറഞ്ഞല്ലേ? ആ അത് ഇനി പെയിന്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഈ പയറില് ഈ ഇല്ലിക്കമ്പൊക്കെ എവിടെ ഇല്ലിക്കമ്പ് ഇവിടെ ആരുടെയൊക്കെ വീട്ടിലുണ്ടോ അവരൊക്കെ ഞാൻ വിട്ടു. ഇതേ ഒരു സാധനം കിടക്കുന്നു. ഇത് തന്നെ ഇത്? അത് ഈ ചെരക്കയുടെ ഒരു വകഭേദമാണ്. ഉണ്ടച്ചെരക്ക. ഇത് പറഞ്ഞു പോകുന്നത് ചെരക്കയല്ല. ഭയങ്കര ഇതാ ഞാൻ എനിക്ക് വിഷം വെച്ച് മുളകിയ അവിടെയൊക്കെ ചത്തിട്ടുണ്ട്. ശരി പയറുണ്ട് എല്ലാ സാധനവും. എലി തിന്നത് പയറാ കൂടുതലായിട്ട്. അവർക്ക് കേരി മണി കണ്ടല്ലോ പറിക്കാനായിട്ട് തിന്നാനായിട്ട്. ഇത് എന്നാ പയറാ ഇത്? അത് ഈ ഒരു മീറ്റർ പയർ. മീറ്റർ പയറല്ലേ? കഴിഞ്ഞ വർഷം ആണല്ലേ? പിന്നെ ഇത്തവണത്തെ കാലാവസ്ഥ ഒരു ഗുണം. ശരി. അവിടെ ഒരു പാവലിന്റെ ഒരു ഇത് സിൽവർ ബീറ്റ് അല്ലേ ഈ കാണുന്നത്? ബീറ്റ്റൂട്ട് ഉണ്ട്. ഇനിയിപ്പോ ഈ സാധനം ഉണ്ടല്ലോ ഇതെല്ലാം ഈ ഇതാ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പടി കളയും. കളഞ്ഞു കഴിഞ്ഞാൽ ചാണകം വീണ്ടും ഇടും. എന്നിട്ട് കൊത്തി ഇളക്കിയിട്ട് അടുത്ത കൃഷി എന്ന് പറഞ്ഞാൽ ലെറ്റ്യൂസ്, ബ്രോക്കോളി. ഇത് ഇല്ലില്ല, ഇത് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലല്ല കിച്ചണൊന്നും ഉണ്ടാകണ്ട. ചുമ്മാ ഇവിടെ ഒരു ചേട്ടാ ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കെട്ടി തൂക്കിയിട്ടാലാണ് അല്ലെങ്കിൽ വളഞ്ഞു പൊളഞ്ഞു പോകും. ഇതൊക്കെ നേരത്തെ കെട്ടി തൂക്കണ്ട. പക്ഷെ നമ്മുടെ അവരുടെ വീട്ടിൽ ജിബിജാന്റെ വീട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ, അവർ ചെയ്തിട്ടില്ല, കെട്ടിയിട്ടില്ല. അത് വേറെ സൈസ് ഉണ്ടായോ അത്? ഇത് നന്നായിട്ട് നീട്ടം വെക്കും. നീളം വെക്കും. നീളം എന്റെ വീട് പാവക്കായ ഉണ്ട് കേട്ടോ. കൊറേ പാവക്ക ഇവിടെ ഉണ്ട്. എന്റെ കീഴെ ചീരയുണ്ട്, കാച്ചില് കണ്ടു, കറിവേപ്പുണ്ട്, പച്ചമുളക്. അതെ നല്ല ഇതാ കാശ്മീരി ചില്ലി അല്ലേ? ഇതാ അതെ കാശ്മീരി ചില്ലി കിടക്കുന്നു കേട്ടോ. അനിതാ കാശ്മീരി ആ ബിരിയാണി ചാക്കോടെ എടുത്ത് എന്തൂരം ഉള്ളതെന്ന് പറയാം. സൈഡിൽ കൊണ്ട് ഇത് എവിടെ എന്നാ വിത്ത് മേടിച്ചു വെച്ചാ ഇത്? ഇത് ഈ പിന്നെ കാശ്മീരി മുളക് മേടിച്ചിട്ട് അതിന്റെ അരി മുളകിന്റെ അതിനെ ചുമ്മാ ഒരെണ്ണം കിട്ടതേ ഉള്ളൂ അല്ലേ? അത് കാച്ചില് ഇത് കൊണ്ടോയത് ഓല ഉണ്ടോ? ഈ കീടങ്ങള് ഇത് മറ്റേ കാച്ചില്, ഇതും കപ്പളം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ തൂമ്പ മലയാളി അസോസിയേഷൻ്റെ പരിപാടിയായിട്ട് ഇവിടെ വന്നായിരുന്നു. ഇവർ എല്ലാ വർഷവും കർഷകശ്രീയുടെ പരിപാടി എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്.
അപ്പോൾ ഇവിടെയുള്ള മലയാളി 250 മലയാളി ഫാമിലി ഉണ്ട്. ഇവർ നിൽക്കുന്നവരെല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയാണ്. നമുക്ക് ഇവരെ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് അനിത പറഞ്ഞോ. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും കർഷകശ്രീയുടെ കോമ്പറ്റീഷൻ നടത്താറുണ്ട് TMAയുടെ ഇതിൽ. അപ്പം ഈ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു വെജിറ്റബിൾ ഗാർഡനിങ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിപാടിയാണ് ചെയ്തേക്കുന്നത്. ഈ പ്രാവശ്യം നമുക്കൊരു 13 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് എത്ര രൂപയാണ്? ഫസ്റ്റ് പ്രൈസ് $301. നമുക്കൊരു സ്പോൺസർ ചെയ്തേക്കുന്ന ഒരു ഡോക്ടർ ലക്ഷ്മിയാണ്. പിന്നെ സെക്കൻഡ് പ്രൈസ് $201, പിന്നെ $101 തേർഡ് പ്രൈസ്. വയനാട്. ഇവിടെ ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നു അല്ലേ? അരുണേ, എന്ത് സ്ഥാനമാണ് വഹിക്കുന്നത്? കമ്മിറ്റി മെമ്പർ. നാട്ടില് വയനാട്. ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. വൈഫ് നേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യുന്നു അല്ലേ? അപ്പോൾ കാരൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഒക്കെ. നമ്മുടെ അടുത്ത ആൾ നമ്മുടെ ടോമിച്ചേട്ടാ പറഞ്ഞോളൂ. എന്ത് എക്സിക്യൂട്ടീവ് മെമ്പർ ആണല്ലേ? അതെ. ഇവിടെ ഒരു ഇതിനു മുമ്പ് കർഷകശ്രീ അവാർഡുകൾ പലതവണ മേടിച്ച ആളാണെന്ന് കേട്ടു. ഇതൊക്കെ ഒരു രസമാണ്. കൃഷിയോട് താല്പര്യമുണ്ട്, അതുകൊണ്ട് കൃഷിയായിട്ട് മുന്നോട്ട് പോകണം. എനിക്കിത് തന്നെയല്ല, വേറെ 2-3 നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്കോടെ അവിടെയൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇടയ്ക്ക് പോയി. ബിനോയ് ചാക്കോയുടെ അടുത്ത്, പുള്ളിയുടെ നല്ല ഒരു കർഷകനാ പുള്ളി. പുള്ളിയുടെ അടുത്ത് എല്ലാ സൈസ് സാധനങ്ങളും ഉണ്ട്. സ്ഥലം കുറവാ. പിന്നെ പുള്ളിയുടെ വീടിന്റെ ബാക്കിൽ കോർട്ടാണ്, ഈ പാർക്ക്. അപ്പൊ അതിന്റെ അകത്തോടെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഫെൻസിനോട് ചേർത്ത്. ടോമിച്ചേട്ടാ, അപ്പം ഈ കർഷകശ്രീയുടെ അവാർഡ് കഴിഞ്ഞ വർഷം ടോമിച്ചേട്ടൻ പ്രൈസ് കിട്ടിയായിരുന്നല്ലോ അല്ലേ? അപ്പം എല്ലാവിധ ആശംസകളും. അപ്പൊ ഇതിനൊരു പ്രോത്സാഹന സമ്മാനം ടോമിച്ചേട്ടൻ ഇവിടെ പ്രൈസ് ഇല്ലേ ഇതിന്? ഉണ്ടല്ലേ? ടോമിച്ചേട്ടൻ എല്ലാവിധ ആശംസകളും കേട്ടോ. അപ്പൊ തൊഴിലും തുടരുക. കാരണം നമ്മുടെ പ്രൈസിന് വേണ്ടിയല്ലല്ലോ കൃഷി, ഞരമ്പിലുള്ള സാധനമാണത്. ഞാനിപ്പോ ഇത് ചെയ്യണമെങ്കിൽ എനിക്കിപ്പോ ഇതിന്റെ മുഴുവന്റെ ആവശ്യമില്ല. ഞാനും പുള്ളിക്കാരത്തിയാണ്. നമ്മുടെ കുറെ ബന്ധക്കാര് പിള്ളേരൊക്കെ ഉണ്ട്. എന്നാലും ഇഷ്ടംമാരും ഉണ്ട്. ഈ വഴിയോ പോണവരൊക്കെ കുറച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൂമ്പ മലയാളി അസോസിയേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസ അറിയിക്കുന്നു. കാരണം ഇവിടെയുള്ള മലയാളികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും നാട് വിട്ടാലും നാട്ടിൽ ജീവിക്കുന്നവർക്ക് തന്നെ ജീവിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ലീഡർഷിപ്പിനും അതുപോലെ തന്നെ ഓരോ കമ്മിറ്റി മെമ്പേഴ്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എന്നെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തതിന് വളരെ നന്ദി. അപ്പം എല്ലാവിധ ആശംസകളും തുടർന്നും എല്ലാം മംഗളവും തരുന്നു. നിങ്ങളുടെ മൊത്തത്തിലുള്ള വീഡിയോ ഹൈലൈറ്റ്സും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെയും ടോമിച്ചേട്ടനൊക്കെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം ഇൻഡിവിജ്വലായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നന്ദി, നമസ്കാരം. അല്ല, എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു ടോമിച്ചേട്ടാ. ബൈ.